വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള സ്ലിറ്റഡ് കുർത്തീസ് ആണ്, ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള നല്ല അടിപൊളി ഹെവി പീസസ് ആണ് കേട്ടോ. നമുക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ പല കളേഴ്സ്. അപ്പൊ ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ ദിവസം. ഇതിന് ഫിറ്റുള്ള കുർത്തിയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് ഇതിന്റെ വേറൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ സിൽക്കിൽ തന്നെ ഇതുപോലെ താഴോട്ട് നല്ല അടിപൊളിയായിട്ട് ബോർഡർ വരുന്ന ഇതുപോലെ ഒരു ഫാബ്രിക് നല്ല എന്താ പറയുക സൂപ്പർ കളറാണിത്. ഒരു പിങ്കും ഒരു ബ്രിക്ക് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനകത്ത് ഒരു പോർഷൻ ഇവിടെ യോക്കില് ഇവിടെ ഒരു ജോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഈ ഒരു ഡിസൈനർ ഫാബ്രിക് തന്നെ മുകളിലോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പം ഇതിപ്പോ പ്ലെയിൻ ആയിട്ട് ഇതുപോലെ ഒരു വി കോളർ പാറ്റേണിലേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിലോട്ടാണ് നമ്മൾ ഈ രണ്ട് ബോർഡറും കൊടുത്തേക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്ത് ഏത് ടോൺ വേണമെങ്കിലും ബോട്ടം പെയർ ചെയ്യാം. ഇതിന് ഈ ഒരു സെയിം ടോണോ വൈറ്റോ ഗ്രീനോ ഏത് വേണമെങ്കിലും പെയർ ചെയ്യാം. നല്ല അടിപൊളിയാണ് ഫാബ്രിക്. ഞാൻ ഫാബ്രിക് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. വി കോളറിലാണ്, വിത്ത് ലൈനിങ് ആണ്, ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. ഇതിന്റെ ഈ ഒരു ബൂട്ടാസ് പോലെ വരുന്നത് കേട്ടോ. ഇതില് നമ്മൾ ഇത് ശരിക്കും ക്ലോസ് ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതുപോലെയാണ് ബാക്ക് സൈഡിലും ഫുൾ ഇത് വരുന്നത്. കാരണം സ്റ്റാൻഡേർഡ് ലുക്കാണ്. നേരെ കാണുമ്പോൾ കളർ കുറച്ച് വേറെ ആയിട്ടാണ് കേട്ടോ വീഡിയോ കാണുന്നത്. ഇത് ശരിക്കും ഒരു ബേജ് കളർ, ഒരു സാൻഡിൽ കളർ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ വീതിയുള്ളൊരു വി കോളറിലോട്ട് ചെയ്തേക്കുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. ഇതിടും ഭയങ്കര ഭംഗിയാണ്. പക്ഷെ വീഡിയോയിൽ അത്രയും ക്ലിയർ അല്ല, അതുകൊണ്ടാണ് പറയണത്. അപ്പൊ ഇത് സെക്കൻഡ് വൺ ആണ്. ഇതുപോലെ ഇത് നല്ലൊരു ഇതുപോലെ തന്നെ ഒരു ബേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പിങ്കും ലൈറ്റ് പിങ്കും കൂടെ ഒക്കെ ഒരു മിക്സ് ആയിട്ട് ഫുള്ളി ത്രെഡ് വർക്ക് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ്. വി നെക്കാണ് കൊടുത്തേക്കുന്നത്. സോറി, വി കോളർ തന്നെ ബാക്കിലോട്ട് ഇതുപോലെ കോളറിന്റെ ഇതില്ലാണ്ട് ഈ ഒരു പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഫാബ്രിക് കണ്ടോ, ഇത് ഇത്രയും കോസ്റ്റ് വരുന്നത് ഇത് തന്നെ. ഇതിന്റെ അകത്ത് ഫുള്ളി ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറിയും സീക്വൻസും വെച്ച് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനാണ് ഇത് നമ്മൾ വി നെക്കിലോട്ട് ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ട് ഈ ഒരു മെഹന്തി കളർ ഇതുപോലെ ചെയ്ത് നല്ല സൂപ്പർ കളറാണ്. ഇതിന്റെ ഇത് പ്യുവർ വിസ്കോസ് ഓർഗൻസ ആണ്. ഇതെല്ലാം ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. ഇതിൽ ആ വർക്ക് കണ്ടോ, നല്ല അടിപൊളിയാണ്. ഫാബ്രിക് ഒരു ബ്ലൂ ആണ്. ഇതിന് നമ്മൾ ബാക്ക് പ്ലെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി, അതുകൊണ്ട് ബാക്ക് പ്ലെയിൻ ആയിട്ട് ഒരു സിൽക്കി ജോർജറ്റ് പോലെയുള്ള ഫാബ്രിക് കൊണ്ട് തന്നെ ബാക്ക് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു പാറ്റേണും ഫ്രണ്ടും സെയിം വരുന്നത്. ഇതുപോലെ സ്കാലപ്പ് നെക്ക് എല്ലാം വെച്ചിട്ട് ബാക്ക് സൈഡിലോട്ട് ഇതേപോലെ പ്ലെയിൻ ഫാബ്രിക് ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു പീസ് ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഫുള്ളി ഇതും ക്രേപ്പ് സിൽക്കിലോട്ട് വന്നേക്കുന്നതാണ്. ഫുള്ളി വർക്ക് വന്നേക്കുന്നതാണ് കണ്ടോ. അങ്ങനെ ഈ ഒരു പാറ്റേണും കൂടി നല്ല രസമായിട്ട് ഭയങ്കര ഇത്ര ഉള്ളൂ, സ്മൂത്ത് ആയിട്ട് ഭയങ്കര സ്മൂത്ത് ഫാബ്രിക് ആണ്. ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇത് അത്രയും സ്മൂത്ത് ആണ് ഫാബ്രിക് വന്നിട്ട്. ഇത് നിങ്ങൾ രണ്ട് പാറ്റേൺസിലും ചെയ്യുന്നുണ്ട്. മുമ്പ് നമ്മൾ ആ ഒരു മേലോട്ട് കൊടുത്തിട്ട് പാച്ച് കൊടുത്തിട്ട് ഒരു ഇതാ കൊടുത്തത്. ഇതിപ്പം വി കോളറിലാണ്ട് ഫേവറേറ്റ് ആണ്. വി കോളറിലോട്ടാണ് കൊടുത്തേക്കുന്നത്. നല്ല അടിപൊളിയാണ്. ലിമിറ്റഡ് മെറ്റീരിയൽസേ ഉള്ളൂ, കാരണം ഓൾമോസ്റ്റ് ഫിനിഷ് ആയതെല്ലാം റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേണിലോട്ട് ചെയ്തതാണ്. ഇതിന്റെ മെറ്റീരിയൽ കണ്ടോ, ടിഷ്യൂ സിൽക്കിലോട്ട് ഭയങ്കര എല്ലാവരും ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നു, ഭയങ്കര സ്മൂത്ത് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ്. അതുപോലെ ഇതിന്റെ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഒരു ആനിമൽ ഡിസൈനും എല്ലാം വന്നിട്ട് നല്ല അടിപൊളിയാണ്. ബാക്ക് സൈഡും ഇതേപോലെ പ്ലെയിൻ ഇത് തന്നെയാണ് കൊടുത്തേക്കണം കേട്ടോ. ഫുൾ കളറാണ് ഇത്. പ്യുവർ വിസ്കോസ് ഓർഗൻസയിൽ ചെയ്തേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ബോട്ടം വേണമെങ്കിൽ ഇതിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. പിങ്കോ ഈ സെയിം കളറോ ഏത് വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതാണ്. റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഇതുപോലെ വി നെക്കിലോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുറച്ച് വീതിയുള്ള ഒരു വി നെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ലാവൻഡർ ഷെയ്ഡ് ഇതേപോലെയാണ്. ഞാൻ എല്ലാത്തിനും ഈ ഒരു ബോട്ടം പെയർ ചെയ്തൊന്നേ ഉള്ളൂ കേട്ടോ. കാരണം എല്ലാത്തിന്റെയും നമുക്ക് ഏത് ഈ ഫ്ലവർ ഡിസൈനിൽ ഏത് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെയാണ് നെക്കിലോട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ബ്ലൂ കളർ ഇതേപോലെ ഉണ്ടാവും. ഇതും നല്ല സ്കാൽപ്പ് ചെയ്തിട്ട് ഇതുപോലെ നല്ല കുറച്ച് ഇത് നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. മറ്റേത് കുറച്ച് ബോട്ട് നെക്ക് ആയിട്ടാണ് ചെയ്ത്. ഇത് ഡീപ്പ് ആയിട്ടുള്ള ഒരു നെക്ക് ചെയ്തിട്ട് സ്ലിറ്റുള്ള പാറ്റേൺ ബാക്ക് സൈഡ് ഇതിന്റെയും പ്ലെയിൻ ആയിട്ട് ചെയ്ത്. ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ, അടിപൊളിയാണ്. അപ്പം എല്ലാ മെറ്റീരിയലും സ്റ്റോക്ക് ഔട്ട് ആയി. അപ്പൊ ഇതുകൊണ്ട് ഇത് നമുക്ക് അപ് ടു എക്സൽ വരെയുള്ള സൈസേ ഉണ്ടാവുള്ളൂ. ഇതിന് ഇതുപോലെ പ്യൂർ ആണ് കേട്ടോ. നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം, അത്രയും സ്മൂത്ത് ആണ് ഇത്. ഇതിനകത്തോട്ട് നമ്മൾ വി നെക്കിലോട്ട് ഇതുപോലെ വീതിയുള്ളൊരു കോളർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്